പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിയോളജിയായുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായമാണ് പഠനവിധേയമാക്കുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആരംഭ ഭാഗങ്ങൾ ഇതിനോടകം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ബിരുദതലത്തിലും ബിരുദാനന്തര ബിരുദതലത്തിലുമൊക്കെ ഈ സുവിശേഷത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നാം ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. 13-ാം അധ്യായത്തിലെ പശ്ചാത്താപത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന വചനഭാഗം നമ്മുടെ സിലബസിൻ്റെ ഭാഗമാകയാൽ ആ 13-ാം അധ്യായമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം. ഈശോ ഇവിടെ പറയുന്നത് നമുക്കറിയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായം 51-ാം വാക്യം മുതൽ 19-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരെയും ഈശോയുടെ ജെറുസലേം യാത്രയാണ്. ജെറുസലേമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഈശോ നടത്തുന്ന പ്രബോധനമാണ് 13-ാം അധ്യായം എന്ന് ന്യായമായും നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഈ 13-ാം അധ്യായത്തിൻ്റെ പരാമർശം വളരെ ശ്രദ്ധേയമായ ചില വസ്തുതകൾ കൊണ്ട് സമ്പന്നമാണ്. ഉദാഹരണമായിട്ട് ഈശോ ഇവിടെ ചില സംഭവങ്ങൾ പറയുന്നുണ്ട്. ഈശോയുടെ അടുക്കൽ ആളുകൾ ചെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഗലീലിയക്കാരായ ഏതാനും പേരുടെ രക്തം പീലാത്തോസ് ബലികളിൽ കലർത്തി എന്ന് പറയുന്നു. അതായത് പീലാത്തോസ് ഏതാനും യഹൂദരെ കൊന്നു. ആ കൊന്ന യഹൂദർ അപ്രകാരം മരിക്കാനുള്ള കാരണമെന്ത്? പീലാത്തോസ് കൊന്ന അല്ലെങ്കിൽ പീലാത്തോസിൻ്റെ സൈന്യത്താൽ വധിക്കപ്പെട്ട യഹൂദരുടെ മരണത്തിൻ്റെ കാരണം, അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇതിൻ്റെ പിന്നാമ്പുറത്ത് അടിസ്ഥാനപരമായൊരു യഹൂദ ചിന്തയുണ്ട് എന്ന് നമുക്കറിയാം. ഈശോ തിരികെ അവരോട് മറ്റൊരു ദുരന്തത്തിൻ്റെ കഥയാണ് പറയുന്നത്. സീലോഹായിൽ ഗോപുരം വീണ് മരിച്ച 18 പേര്, അവർ മറ്റെല്ലാവരെയും പാപികളാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മനുഷ്യജീവിതത്തിലെ ദുരന്തങ്ങൾ, ദുഃഖങ്ങൾ, സഹനങ്ങൾ, വേദനകൾ ഇവയെല്ലാം പാപം മൂലം സംഭവിക്കുന്നതാണ് എന്ന ഒരു യഹൂദ ചിന്താധാരയുണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെയും അടിസ്ഥാന ആത്മീയ പ്രശ്നങ്ങളിൽ ഒന്നാണിത്. എല്ലാം നന്നായിട്ട് ജീവിച്ചാൽ, ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് എല്ലാ കൂദാശകളും വിശ്വസ്തയോടെ സ്വീകരിച്ച് ദൈവകൃപയിൽ ജീവിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാം സുരക്ഷിതമാകും, അനുഗ്രഹപ്രദമാകും, സാമ്പത്തികമായ അഭ്യുന്നതിയുണ്ടാകും, ആരോഗ്യസ്ഥിതി വർദ്ധമാനമാകും, നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും മേൽക്കുമേൽ ഐശ്വര്യമുണ്ടാകും, കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ നല്ല മാർക്ക് നേടി വിജയിക്കും, അവർക്ക് നല്ല ജോലി ലഭിക്കും. ഇങ്ങനെ ആത്മീയതയെ ഒരുതരം ഭൗതിക നേട്ടങ്ങൾക്കുള്ള മാർഗമായി കരുതുന്ന ഒരു ശൈലി നമ്മുടെയും ആധ്യാത്മികതയുടെ ഭാഗമാണ്. വിശിഷ്യ ഇവാഞ്ചലിക്കൽ ചർച്ചുകൾ 1960കളിൽ അവതരിപ്പിച്ച ഒരു ആശയം തന്നെയാണത്. പ്രോസ്പെരിറ്റി ഗോസ്പൽ അഥവാ സമൃദ്ധിയുടെ സുവിശേഷം എന്ന ആശയം. അതായത് നമ്മൾ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും കൃത്യതയോടെ പങ്കുചേർന്ന് ദൈവപ്രമാണമനുസരിച്ച് ജീവിച്ചു തുടങ്ങിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി കൃപയോടെ മുന്നോട്ട് പോകും. ഇതിലേതെങ്കിലും വീഴ്ച വന്നിട്ടുണ്ട് എങ്കിൽ എല്ലാം തകർന്നു പോകും, നശിച്ചു പോകും. ഇതാണ് ഈ സമൃദ്ധിയുടെ സുവിശേഷം അഥവാ പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ അടിസ്ഥാന തത്വം. എന്നാൽ ആ ഒരു തത്വത്തെയാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ തകിടം മറിക്കുന്നത്. ഈശോ പറഞ്ഞു, എല്ലാം ഭംഗിയായിട്ട് നടന്നാലും ശരിയാകാതെ പോകുന്ന സംഭവങ്ങളുണ്ട്. ഈ ഒരു അടിസ്ഥാന പ്രശ്നം ജോബിൻ്റെ പുസ്തകം പഠിച്ചപ്പോഴും നാം പഠിച്ച വിഷയമാണ്. ജോബ് എല്ലാം ഭംഗിയായും കൃപയായും വിശ്വസ്തയോടെയും ചെയ്ത നീതിമാനും ദൈവഭക്തനുമായ മനുഷ്യനാണ്. എന്നിട്ടും അവൻ്റെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങളുടെ പേമാരി പെയ്തിറങ്ങുന്നത് വിശുദ്ധ ഗ്രന്ഥകാരൻ വ്യാഖ്യാനിക്കുന്നുണ്ട്.
എന്നിട്ട് വിശുദ്ധ ഗ്രന്ഥകാരൻ അവിടെ പഠിപ്പിച്ചു തരുന്ന സത്യം, മനുഷ്യ ദൈവനീതിക്ക് മാനുഷിക വ്യാഖ്യാനങ്ങൾ ചമയ്ക്കരുത് എന്നുള്ള തത്വമാണ്. ഒരുപക്ഷെ ആ ജോബിൻ്റെ പുസ്തകത്തിൻ്റെ ആശയതലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈശോ മിശിഹായും ഇവിടെ നമ്മളോട് സംസാരിക്കുക. സീലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ മനുഷ്യർ, അതൊരു പ്രകൃതി ദുരന്തമായിട്ട് വേണേൽ കരുതാം. പീലാത്തോസ് വധിച്ച മനുഷ്യർ, അത് ഈ ലോകത്ത് മനുഷ്യനാൽ സംജാതമാകുന്ന അതിക്രമങ്ങളുടെ, അന്യായങ്ങളുടെ, അനീതിയുടെ കഥയാണ്. മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ മധ്യപൂർവേഷ്യയിൽ നടക്കുന്ന വലിയ മതമർദ്ദനങ്ങളുടെ കഥകൾ പത്രങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പലപ്പോഴും വിശ്വാസികൾ ഉന്നയിക്കാറുള്ള ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ദൈവം ഇടപെടാത്തത്? ഇത്തരത്തിലുള്ള തിന്മകളെ നിയന്ത്രിക്കാൻ ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല? അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോയ കുഞ്ഞ് അപകടത്തിൽ മരിച്ചു എന്നറിയുന്ന മാതാപിതാക്കൾ, ദൈവം എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിച്ചില്ല എന്ന് ഒരുപക്ഷെ ഒരമ്മയ്ക്കോ അപ്പനോ ദൈവത്തോട് ചോദിക്കാനുണ്ട്. ദൈവത്തിരുമുമ്പിൽ ആവുന്നത്ര വിശ്വസ്തയോടെ ജീവിച്ച ഒരു കുടുംബം, ആ കുടുംബത്തിലെ ജീവിത പങ്കാളി ക്യാൻസർ ബാധിച്ച് നല്ല പ്രായത്തിൽ തന്നെ മരണം വരിക്കേണ്ടി വരുമ്പോൾ ഭർത്താവ് ചോദിക്കുന്ന ചോദ്യവും ഇതുതന്നെ, ദൈവം എന്തുകൊണ്ട് ഞങ്ങളെ കൈവിട്ടു? ദൈവപരിപാലന എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണോ, അതോ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നില്ലേ? ഈ വിധിയുടെ വിളയാട്ടങ്ങൾക്ക്, പ്രകൃതിയുടെ ക്രൂരതകൾക്ക് മനുഷ്യനെ എറിഞ്ഞു കൊടുക്കാൻ ദൈവം ഇത്രമേൽ നിഷ്ഠൂരമായി മനുഷ്യനോട് പെരുമാറുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കാൻ പോയേച്ച് വരുന്ന മനുഷ്യരാകാം, ദേവാലയത്തിലും തീർത്ഥാടനത്തിനും പോയിട്ട് വരുന്ന മനുഷ്യർ അപകടങ്ങളിൽ മരിക്കുന്നത് നാം കാണുന്നുണ്ട്. ദൈവത്തെ കണ്ടും ദൈവദർശനം അനുഭവിച്ചും വരുന്നവർക്കും ഈ ദുരന്തം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊരു ചോദ്യം പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അപ്രകാരമുള്ള ചോദ്യങ്ങളോടുള്ള ക്രിസ്തുവിൻ്റെ വിശദീകരണം എന്ന അർത്ഥത്തിലാണ് ഈ 13-ാം അധ്യായം ദൈവശാസ്ത്ര പഠനത്തിൽ പ്രമേയമാകുന്നത്, പ്രസക്തമാകുന്നത്. ഈ വചനഭാഗം നമുക്ക് ശ്രദ്ധയോടെ വായിച്ചാൽ ഈശോയുടെ മനോഭാവം വ്യക്തമാണ്. ഈശോ പറയുകയാണ്, അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലയരേക്കാൾ പാപികളാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരമിടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ ജീവിച്ചിരുന്ന എല്ലാവരെയുംകാൾ കുറ്റക്കാരായിരുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ഈശോ പറയുന്ന ഉത്തരം വളരെ ആഴമുള്ളൊരു ഉത്തരമാണ്. ഈ പ്രകൃതി ദുരന്തത്തിൽ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ച മനുഷ്യരാകാം, പീലാത്തോസിൻ്റെ കിരാത നിയമത്തിൻ കീഴിൽ ഞെരിഞ്ഞു മരിച്ച മനുഷ്യരാകാം, അവരൊന്നും അവരുടെ പാപത്തിൻ്റെ പരിണിതഫലമായി മരിച്ചവരല്ല. എന്നാൽ പാപം മരണത്തെ സംജാതമാക്കുകയും ചെയ്യും എന്നാണ് ഈശോ പറഞ്ഞതിൻ്റെ പൊരുൾ. അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ, ഈ ലോകത്തിൽ പാപം ചെയ്യുന്ന മനുഷ്യന് ദുരന്തങ്ങൾ, തകർച്ചകൾ അനുഭവിക്കേണ്ടി വരും, സംശയമില്ല. എന്നാൽ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സഹനങ്ങളും ദുരന്തങ്ങളും അവൻ്റെ വ്യക്തിപരമായ പാപത്തിൻ്റെ പരിണതിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ, നീതിയോടെയും വിശ്വസ്തയോടെയും ജീവിക്കുന്നവരുടെ ജീവിതത്തിലും ദൈവമായ കർത്താവ് സഹനങ്ങളും വേദനകളും അനുവദിച്ചു കൊടുക്കാം. ആ സഹനങ്ങളും വേദനകളും അനുഭവിക്കുന്ന മനുഷ്യർ യേശുവിൻ്റെ കുരിശിനോട് ചേർന്ന് രക്ഷയുടെ പദ്ധതി പൂർത്തിയാക്കുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എത്രയോ നിഷ്കളങ്കരായ വ്യക്തികൾ, അഹിംസാ മാർഗത്തിൽ മാത്രം സമരം ചെയ്തവർ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടു. ഒരു ജാലിയൻ വാലാബാഗിൻ്റെ കഥയിൽ തീരുന്നതല്ല ഈ പീഡാനുഭവത്തിൻ്റെ ചരിത്രം എന്ന് നമുക്കറിയാം. അതല്ല എങ്കിൽ ക്രിസ്തുമതത്തിൻ്റെ ആരംഭകാലത്ത്
റോമൻ മതമർദ്ദന കാലത്ത് ക്രിസ്ത്യാനികൾ അനുഭവിച്ച കൊടും ക്രൂരതയുടെ കഥകൾ നമുക്കറിയാം. ഈശോ പറഞ്ഞു തരികയാണ്, ഓരോ സഹനവും വേദനയും ഉണ്ടാകുമ്പോൾ അവയെക്കുറിച്ചുള്ള ദൈവഹിതത്തെയാണ് മനുഷ്യ നീ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ജീവിതത്തിൻ്റെ ഓരോ സഹനങ്ങളും വേദനകളും ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാകട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാകട്ടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരമാണ് എന്ന സത്യം മനസ്സിലാക്കണം. യഹൂദ താൽമൂദുകളിലെ ഒരു കഥ ഇപ്രകാരമാണ്. ഏലിയാ പ്രവാചകനും ഒരു യഹൂദ റബ്ബിയും കൂടി യാത്ര പോയി എന്നാണ് കഥ. യാത്ര പോകുമ്പോൾ ഈ യഹൂദ റബ്ബിയും ഏലിയാ പ്രവാചകനും ആദ്യം ഒരു വീട്ടിൽ താമസിച്ചു. ആ വീട്ടിൽ താമസിച്ചു. അവരാണെങ്കിൽ സാധ്യമായ സർവ്വ വഴികളും ഉപയോഗിച്ച് വളരെ കരുതലോടെ കരുണയോടെ ഈ പ്രവാചകനെയും റബ്ബിയെയും ശുശ്രൂഷിച്ചു. അവർക്കുണ്ടായിരുന്ന അത്താഴം കൂടി എടുത്ത് ഇവർക്ക് കൊടുത്ത് ഇവരെ തൃപ്തരാക്കി. അവർ മുറ്റത്ത് കിടന്ന് അവരുടെ കട്ടിൽ ഇവർക്ക് വേണ്ടി കൊടുത്ത് അങ്ങനെ ആതിഥ്യ മര്യാദയുടെ ആൾരൂപങ്ങളായിരുന്നു ആ വീട്ടിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അത്രമേൽ അവരെ പരിഗണിച്ചു. ദൈവപുരുഷന്മാരെ ഇത്രയും സ്നേഹിച്ചവർ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അവരുടെ വീട്ടിൽ ആകെക്കൂടി ഉണ്ടായിരുന്ന അവരുടെ ഒരേ ഒരു വരുമാന മാർഗമായ പശു ചത്തുപോയി. വീട്ടുകാർക്ക് വലിയ ദുഃഖമായി. ഏലിയാ പ്രവാചകൻ ഒരു അക്ഷരം മിണ്ടാതെ രാവിലെ എഴുന്നേറ്റ് പൊടിയും തട്ടി നടന്നുപോയി. അന്ന് വൈകിട്ട് അവർ താമസിച്ചത് നഗരത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരുവൻ്റെ വീട്ടിലാണ്. അവിടെ താമസിക്കാൻ ചെന്നപ്പോൾ അവർ അദ്ദേഹത്തെ ഓടിച്ചു. ഇവിടെയെങ്ങും താമസിക്കാൻ പറ്റിയത്. വേണേ ആ തൊഴുത്തിൽ പോയി താമസിച്ചോളാൻ പറഞ്ഞ് അവരെ തൊഴുത്തിൽ കൊണ്ടുപോയി കിടന്നു. പ്രവാചകനും റബ്ബിയും പരാതി കൂടാതെ തൊഴുത്തിൽ തന്നെ കിടന്നു. അവിടെ നിന്ന് അവരെഴുന്നേറ്റു. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ അവരുടെ വർഷങ്ങൾക്ക് മുമ്പ് ഇടിഞ്ഞു വീണ ഒരു മതിൽ ഏലിയാ പ്രവാചകൻ തൻ്റെ ദിവ്യശക്തിയാൽ പുനർനിർമ്മിച്ചു കൊടുത്തു. റബ്ബി ചോദിച്ചു, പ്രവാചക അങ്ങ് ചെയ്യുന്ന അന്യായമല്ല. ആ പാവപ്പെട്ട വീട്ടുകാർക്ക് ഒരേ ഒരു പശു മാത്രം ഉപജീവന മാർഗമായി ഉണ്ടായിരിക്കെ അത് ചത്തുപോയിട്ട് ഇയാൾ ആ പശുവിനെ ജീവിപ്പിച്ചു കൊടുത്തായിരുന്നു ഉപകാരമുണ്ട്. ഈ മുതലാളിയാണ് നമുക്ക് യാതൊരു ഉപകാരവും ചെയ്തില്ല എന്ന് മാത്രമല്ല നമ്മളെ ചീത്ത വിളിച്ച് തൊഴുത്തിൽ കൊണ്ടുപോയി കിടത്തിയവനാണ് എന്ന് മാത്രമല്ല അവരുടെ മതിൽ ഇന്ന് ഇതിൻ്റെ പേരിൽ ഇടിഞ്ഞതൊന്നുമല്ല, വർഷങ്ങളായി ഇടിഞ്ഞു കിടക്കുന്നൊരു മതിൽ ഇദ്ദേഹം അത് പുതുക്കി പണിത് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഏലിയാ പ്രവാചകൻ റബ്ബിയോട് പറഞ്ഞത്രേ, ദൈവനീതിയെ അളക്കാൻ റബ്ബി നമുക്കെന്താണ് അവകാശം? ദൈവം അപ്രകാരം ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. ദൈവനീതി എന്നാലും അതിനൊരു ന്യായം വേണ്ടേ? റബ്ബി ചോദിച്ചപ്പോൾ പറഞ്ഞു, യെസ്, ദൈവമായ കർത്താവിന് ന്യായമുണ്ട്. ആ വീട്ടിലെ ആദ്യത്തെ വീട്ടിലെ സ്ത്രീ മരിക്കേണ്ട ദിവസമായിരുന്നു ഇന്നലെ വൈകുന്നേരം. പക്ഷേ അവരുടെ നന്മ കണ്ട് ഒരു ചെറിയ സങ്കടം അവർക്ക് നൽകി ആ സ്ത്രീയുടെ ജീവൻ ദൈവം തിരികെ കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ മതിൽ പണിതതോ? മതിൽ പണിതത് ആ മതിലിൻ്റെ അടിയിൽ വലിയ നിധി കിടപ്പുണ്ട്. ആ മതിൽ പുനർനിർമ്മിക്കാൻ വേണ്ടി ആ വീട്ടുകാരെന്തെങ്കിലും അവിടെ കുഴിച്ചാൽ ആ നിധി മുഴുവനും അയാൾ കരസ്ഥമാക്കും. അയാളുടേതല്ലല്ലോ അത് അയാൾ കരസ്ഥമാക്കാതിരിക്കാൻ വേണ്ടി, മതിൽ പണിയാതിരിക്കാൻ വേണ്ടി ദൈവം ആ മതിൽ അവർക്ക് പുനർനിർമ്മിച്ചു കൊടുത്തു. ഇതാണ് കഥ. ഒരുപക്ഷെ വെറും സാങ്കല്പികമായ അടിസ്ഥാനശൂന്യമായൊരു കഥയെന്ന് നമുക്ക് തോന്നാം. പക്ഷേ താൽമൂദുകൾ പറയുന്ന ഈ കഥയുടെ പൊരുൾ വളരെ വ്യക്തമാണ്. പ്രത്യക്ഷത്തിൽ അന്യായമെന്ന് തോന്നുന്ന ദൈവീക പ്രവൃത്തികൾ, ദൈവപരിപാലനയുടെ വഴികളെക്കുറിച്ച് സംശയം തോന്നിപ്പിക്കുന്ന മാർഗങ്ങൾ ആത്യന്തികമായി ദൈവനീതിയിൽ അർത്ഥമുള്ളതാണ് എന്ന സത്യം. അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ, ദൈവം ചെയ്ത ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യം അസ്ഥാനത്താണ്, അപ്രസക്തമാണ്. കാരണം ദൈവം ചെയ്തതെല്ലാം ശരിയാണ്. കാരണം ദൈവത്തിന് ശരിയേ ചെയ്യാനാവുകയുള്ളൂ. സർവ നന്മയായ ദൈവത്തിന് ഏറ്റവും ശരിയായതേ ചെയ്യാനാവുകയുള്ളൂ. ജീവിതത്തിൽ സംഭവിക്കുന്ന സർവ്വതും ദൈവത്തിൻ്റെ ഈ നന്മയുടെ പദ്ധതിയുടെ ഭാഗമാണ്.
തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ എന്ന് റോമാലേഖനത്തിൽ അപ്പസ്തോലനായ പൗലോസ് 8:28 പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ പൊരുളും ഇതുതന്നെയാണ്. ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹനം അനുവദിക്കുന്നുവെങ്കിൽ ആ സഹനം ആ വ്യക്തിക്ക് അനുഗ്രഹമാണ്. അതേസമയം ഒരു വ്യക്തി പാപം ചെയ്തേച്ചിട്ട് സഹനം ആ വ്യക്തി സ്വീകരിക്കുന്നുവെങ്കിൽ ആ സഹനം ആ വ്യക്തിക്ക് നാശകാരണം. സഹനമോ സന്തോഷമോ അല്ല അടിസ്ഥാനപരമായ വിഷയം, മറിച്ച് പാപം ദൈവത്തോടൊത്തുള്ള പങ്കാളിത്തം. ഇതാണ് മനുഷ്യ ജീവിതത്തിലെ അടിസ്ഥാനപരമായ വിഷയം. നീ ദൈവത്തോടൊത്താണോ ദൈവത്തിനെതിരായ വഴിയിലാണോ ജീവിതം? നിൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ, സഹനമുണ്ടോ? ഇതല്ല അടിസ്ഥാനപരമായ ചോദ്യം. ഈശോ പറഞ്ഞു തരികയാണ് ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം നീ ദൈവത്തോടൊത്താണോ അല്ലയോ എന്നുള്ളതാണ്. സഹനത്തിൻ്റെ വഴിയിൽ നീ ദൈവത്തോടൊത്താണ് എങ്കിൽ അത് വലിയ കൃപയുടെ വഴിയാണ് എന്ന് അൽഫോൻസാമ്മയെ പോലെയുള്ള വലിയ വിശുദ്ധരുടെ സഹന മാതൃകകൾ നമ്മളെ പഠിപ്പിക്കുന്ന സത്യമല്ലേ. അതാണ് ഈശോ പറഞ്ഞേ, പശ്ചാത്തപിക്കാതിരിക്കുന്നതാണ് നാശകാരണം. പശ്ചാത്തപിക്കുക, മെറ്റനോയിയ എന്ന പദമാണ് ലൂക്കാസ് സുവിശേഷകൻ ഇവിടെ ഉപയോഗിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? പാപമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിങ്കലേക്ക് നടക്കുക എന്നാണ് ഇവിടെ മെറ്റനോയിയ എന്ന് പറയുമ്പോൾ അർത്ഥം. നീ ദൈവത്തോട് ഒത്തായിരിക്കാത്ത അവസ്ഥ, ദൈവത്തിങ്കലേക്ക് തിരിയാത്ത അവസ്ഥ, അതാണ് നഷ്ടം. അല്ലാതെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സഹനമോ വേദനയോ അല്ല. കാരണം ഈ സഹനമോ വേദനയോ ജീവനഷ്ടമോ പോലും നഷ്ടമല്ലാതാകുന്ന നിത്യജീവൻ്റെ വഴിത്താരയിൽ ഭൗതികതയുടെ നഷ്ടങ്ങൾ നഷ്ടമല്ല. ഭൗതികതയുടെ ലാഭങ്ങളെ വലിയ ലാഭങ്ങളും നേട്ടങ്ങളും കൃപയുടെ തെളിവുകളുമായിട്ട് എടുക്കുന്നവർക്ക് തെറ്റുപറ്റാം എന്ന സത്യം കൂടി ഈശോ ഈ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരിക. ഇവിടെ ഈശോ പരാമർശിക്കുന്ന ചരിത്ര സംഭവങ്ങൾ ഏത് എന്നതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഉദാഹരണമായി പീലാത്തോസ് കൊന്ന ആളുകൾ എന്ന് ലൂക്കാ സുവിശേഷകൻ ഇവിടെ പറയുക. നമുക്കറിയാം ലൂക്കാ സുവിശേഷകൻ ചരിത്രകാരനായ ലൂക്ക എന്നാണ് അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ നിന്ന് വളരെ കൃത്യതയോടെ സംഭവങ്ങൾ പെറുക്കിയെടുക്കാനും ആ സംഭവങ്ങളെ രക്ഷാചരിത്രത്തിൽ പുതിയ മാനങ്ങൾ നൽകി അവതരിപ്പിക്കാനുമുള്ള സുവിശേഷകൻ്റെ പാഠവും അന്യാദൃശ്യമാണ്. അപ്രകാരം പാഠവുമുള്ള സുവിശേഷകൻ പറയുകയാണ് പീലാത്തോസ് കൊന്ന ആളുകളെക്കുറിച്ച്. ഇതാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പീലാത്തോസിൻ്റെ കാലത്ത് നടന്ന ചില നരനായാട്ടുകളുണ്ട്. പീലാത്തോസ് ക്രൂരതയ്ക്ക് പേരുകേട്ട മനുഷ്യനായിരുന്നു. കൊലപാതകം അദ്ദേഹത്തിന് വളരെ കുട്ടിക്കളിയായിരുന്നു. എതിർക്കുന്നവരെയെല്ലാം കശാപ്പ് ചെയ്യുക എന്നുള്ളത് പീലാത്തോസിൻ്റെ ഒരു വിനോദം തന്നെയായിരുന്നു എന്ന സത്യം. ഈ പീലാത്തോസിൻ്റെ കാലത്ത് നടന്ന വിവിധങ്ങളായ നരനായാട്ടുകളുടെ കൂട്ടക്കൊലകളുടെ കഥ യഹൂദ ചരിത്രകാരനായ ജോസേഫൂസ് വിവരിക്കുന്നു. അതിലൊന്ന് ഇപ്രകാരമാണ്. സമറിയാക്കാരുടെ ദേവാലയം ഗരീസീം മലയിലാണ് എന്ന് നമുക്കറിയാം. ഈ ഗരീസീം മലയിലെ ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേ വിശുദ്ധ പാത്രങ്ങൾ പീലാത്തോസ് എടുത്തുകൊണ്ടുപോയി എന്ന് അറിഞ്ഞ് തടിച്ചുകൂടിയ പീലാത്തോസിനെതിരായി കലാപത്തിന് മുതിർന്നപ്പോൾ അപ്രകാരം കൂടിയ ജനക്കൂട്ടത്തെ മുഴുവനും പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് വാളിനിരയാക്കിയ ഒരു കിരാതകർമ്മം പീലാത്തോസ് ചെയ്തതായി ജോസേഫൂസ് എന്ന ചരിത്രകാരൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ ആ സംഭവമാകാം ഇവിടെ പരാമർശിക്കപ്പെടുന്ന സംഭവം. പീലാത്തോസ് സ്ഥാനാരോഹണം ചെയ്ത് അധികം കഴിയുന്നതിന് മുൻപാണ് ഈ സംഭവം എന്നതുകൊണ്ട് ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തോടനുബന്ധിച്ച ഒരു സംഭവമായി അതിനെ വിലയിരുത്താറുണ്ട്. മറ്റൊന്ന്, പീലാത്തോസിൻ്റെ കാലത്ത് നടന്ന മറ്റൊരു നരനായാട്ട് എന്ന് പറയുന്നത്, പീലാത്തോസ് ജെറുസലേം ദേവാലയത്തിലെ ഭണ്ഡാരത്തിലെ സ്വർണം കൈക്കലാക്കി
ജെറുസലേം നഗരത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നൊരു പദ്ധതി ആസൂത്രണം ചെയ്തത്രേ. ദേവാലയ ഭണ്ഡാരത്തിലെ മുതൽ പീലാത്തോസ് അന്യായമായി കൈക്കലാക്കുന്നതിനെതിരെ സംഘടിച്ച യഹൂദർക്കെതിരായി പീലാത്തോസ് നിഷ്ഠൂരമായ നിയമം നടപ്പിലാക്കി. ഈ നിയമത്തിൻ്റെ തേർവാഴ്ചയിൽ അന്ന് 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി ചരിത്രകാരനായ ജോസേഫൂസ് പറയുന്നു. ഇത് AD 26 നമുക്കറിയാം ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നത് AD 26 അടുത്താണ്. അപ്പോൾ പരസ്യജീവിതത്തിൻ്റെ സമയത്ത് തന്നെ നടന്ന ഒരു സംഭവമാണിത് എന്ന് ന്യായമായും ഊഹിക്കാവുന്നതാണ്. മറ്റൊരു വിശദീകരണം പീലാത്തോസിൻ്റെ കാലത്ത് നടന്നതായി പറയപ്പെടുന്ന ഒരു കൊലപാതക രംഗം നടപടി പുസ്തകം തന്നെ പറയുന്നുണ്ട്. നടപടി പുസ്തകം 5-ാം അധ്യായം 37-ാം വാക്യത്തിൽ ശെമയോൻ എന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ആളുകൾ സംഘടിക്കുകയും റോമിനെതിരായി കലാപത്തിന് മുതിരുകയും ചെയ്തപ്പോൾ പീലാത്തോസ് അതിനെ അടിച്ചമർത്താൻ വേണ്ടി നടത്തിയ വലിയ നരനായാട്ട്, ഇതും ആ സംഭവത്തിൻ്റെ ഭാഗമാണ്. ഈ പറഞ്ഞ ചരിത്ര സംഭവങ്ങളിൽ ഏതെങ്കിലും ഒന്നാകാം പീലാത്തോസ് ഇവിടെ വിവക്ഷിക്കുന്നത് എന്ന് ന്യായമായി ഊഹിക്കും. വീണ്ടും ഈശോ പറഞ്ഞു വരുന്നത് സീലോഹായിലെ കുളത്തിൻ്റെ കാര്യമാണ്. ഈശോയുടെ അടുത്ത മറുപടി സീലോഹായിലെ ഗോപുരം വീണ് മരിച്ച മനുഷ്യർ. സീലോഹാ കുളം എന്ന് പറഞ്ഞ് ഈ സീലോഹാ കുളത്തിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത് നമുക്ക് അറിയാം. അതിനു വേണ്ട പ്രത്യേക ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവിടുത്തെ ജലവിധാനത്തിൻ്റെ അളവ് പരിശോധിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഈ ജലസേചന സംവിധാനം പരിരക്ഷിക്കാൻ വേണ്ടി പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന ഒരു ഗോപുരം സീലോഹാ കുളത്തിൻ്റെ സമീപത്ത് ഉണ്ടായിരുന്നതായി യഹൂദ ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ ഗോപുരമായിരിക്കാം ഇത്. പട്ടാളക്കാർക്ക് കയറി നിൽക്കാനുള്ള വലിയൊരു ഗോപുരം. ആ ഗോപുരത്തിൽ നിന്ന് അവർക്ക് ചുറ്റുവട്ടത്ത് നടക്കുന്ന സർവ്വതും കാണാൻ വേണ്ടി സാധിക്കും. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ആരെങ്കിലും ഈ കുളത്തിലേക്ക് എന്തെങ്കിലും മാലിന്യം എറിയുന്നുണ്ടോ, വിഷം കലക്കാൻ ശ്രമിക്കുന്നുണ്ടോ? കാരണം ഇത് വലിയ ദുരന്തത്തിന് കാരണമാകും. ഈ സീലോഹാ കുളത്തിൽ എന്തെങ്കിലും മാരക പദാർത്ഥങ്ങൾ കലക്കിയാൽ. കാരണം 2 ലക്ഷത്തോളം വരുന്ന യഹൂദർ പെസഹാ കാലത്ത് ജെറുസലേമിൽ സംഘടിക്കുമ്പോൾ അവരുപയോഗിക്കുന്ന വെള്ളം ഈ കുളത്തിലെ വെള്ളമാണ്. അതുകൊണ്ട് ഈ വെള്ളം പരിരക്ഷിക്കുക. നമുക്കറിയാം മരുഭൂമിയാണ് പലസ്തീന. ഈ മരുഭൂമിയിൽ ഈ കുളവും വെള്ളവുമൊക്കെ ഏറ്റവും വിലപിടിച്ച സംഭവങ്ങളാണ്. അത് പരിരക്ഷിക്കാൻ വേണ്ടി പട്ടാളക്കാർ കാവലാളുകളായി നിൽക്കുന്ന ഗോപുരമായിരുന്നു ഇതെന്നാണ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗത്തിൻ്റെ വാദം. ഏതാണെങ്കിലും തങ്ങളെ സംരക്ഷിക്കും, സുരക്ഷിതത്വം തരും എന്ന് വിചാരിച്ച് അവർ ആശ്രയിച്ച ഈ ഗോപുരം തന്നെയാണ് ഇടിഞ്ഞു വീണ് മരിക്കുന്നത്. ആലോചിക്കുക, മാനുഷികമായ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോകുമ്പോഴും ശരിയായ കണക്കുകൂട്ടലുകളുമായി ദൈവം രക്ഷാചരിത്രത്തെ മുമ്പോട്ട് നയിക്കുന്നു എന്നാണ് ഈശോ വ്യക്തമാക്കി തരുന്നത്. അവിടുന്ന് വീണ്ടും തുടർന്ന് പറഞ്ഞു, ഫലം കായ്ക്കാത്ത വൃക്ഷം അതിന് 1 കൊല്ലം കൂടി ചുവട് കിളച്ച് വളമിട്ട് പരിപാലിക്കണം. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നതിൻ്റെ ഭാവാത്മകമായ വശം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി മാനസാന്തരം എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസമാണ്. ഇനിയും നല്ലത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന തിരിച്ചറിവ്. അത് വളരെ പോസിറ്റീവായൊരു ചിന്തയാണ്. രക്ഷയ്ക്ക് ഇങ്ങനൊരു ചിന്ത ആവശ്യമുണ്ടെന്ന് ഈശോ പറയും. നാളിതുവരെയും എൻ്റെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളുമായിരിക്കാം സംഭവിച്ചത്. എന്നാൽ ദൈവം ഇടപെടുകയും കൃപയുടെ ഒരു ജീവിതത്തിലേക്ക് അവിടുന്ന് എന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്ത വലിയ കൃപയുടെ ഭൂമികയിലേക്ക് ദൈവം എന്നെ കൈപിടിച്ചുയർത്തും എന്ന അടിസ്ഥാന ചിന്ത. ആ ഒരു ശുഭാപ്തി വിശ്വാസം രക്ഷയ്ക്ക് ആവശ്യമുണ്ട്. രണ്ടാമതായി ഈശോ പറഞ്ഞു, ചുവട് കിളച്ച് വളവിടണം എന്ന് പറഞ്ഞാൽ നിരന്തരമായ അധ്വാനം. രക്ഷ ഉണ്ടാകും എന്ന് വിചാരിച്ച് ചുമ്മാ ആകാശത്ത് നോക്കിയിരുന്ന രക്ഷ ഉണ്ടാകുക.
രക്ഷ ആഗ്രഹിക്കുന്ന എല്ലാവരും നിരന്തരമായ അധ്വാനത്തിന്, ആ രക്ഷയെ സാക്ഷാത്കരിക്കാനുള്ള പരിശ്രമത്തിന് മുതിരണം എന്നുള്ള വലിയ സന്ദേശം കൂടി ഈശോ നൽകുന്നുണ്ട്. അവസാനമായി ഈശോ പറയുന്നത് നിത്യതയെക്കുറിച്ചുള്ള പ്രതീക്ഷ വേണം. തിന്മയുടെ വഴിയെ നടന്നാൽ നിത്യനാശമുണ്ടാകും എന്നുള്ള ബോധ്യവും മനുഷ്യന് ആവശ്യമുണ്ട്. മനുഷ്യന് ദൈവത്തിങ്കലേക്ക് തിരിയണമെങ്കിൽ നരകത്തെക്കുറിച്ച്, നിത്യശിക്ഷയെക്കുറിച്ച് ഉള്ള ശരിയായ അവബോധം ആവശ്യമുണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന് നഷ്ടമായത് അപ്രകാരമുള്ള നിത്യനാശത്തിൻ്റെ ചിന്തകളാണ്. സാത്താൻ എല്ലാത്തിനെയും ആകർഷണീയമായി പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ മനുഷ്യജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് നിത്യനാശം എന്നുള്ളത് മനുഷ്യൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും കടന്നു വരാത്ത വിധത്തിലുള്ള മരീചികയാക്കി അവതരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിത്യനാശം എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കുന്ന കാലമാണ്. ഈശോ പറഞ്ഞു തരികയാണ്, ആ നിത്യനാശത്തെക്കുറിച്ചുള്ള അവബോധം, അതിനെ ഒഴിവാക്കാനുള്ള നിരന്തരമായ തീരുമാനവും പരിശ്രമവുമില്ലാതെ ഒരു മനുഷ്യനും രക്ഷയുടെ വഴിയിൽ മുന്നേറാനാവില്ല എന്ന സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പശ്ചാത്തപിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയുമ്പോൾ ദൈവം രക്ഷ കൊണ്ട് നമ്മെ പൊതിയുന്നു എന്ന വലിയ സന്ദേശം ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കും. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.